നമ്മൾ എല്ലാവരും ഇന്ന് അർദ്ധരാത്രിയോടെ വഞ്ചിക്കപ്പെടുവാൻ പോവുകയാണ്. നേരം ഇരുട്ടി വെളുക്കുമ്പോഴേക്കും രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വരും. 164 വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം അടക്കമുള്ള 3 നിയമങ്ങൾ ഇതോടെ ചരിത്രത്തിന്റെ ഭാഗമാകും. IPCക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിതയും CRPSക്ക് പകരമായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധിനിയമവും നിലവിൽ വരും. അർദ്ധരാത്രിക്ക് ശേഷമുള്ള പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും തുടർ നടപടികൾ സ്വീകരിക്കുന്നതും ഒക്കെയും പുതിയ നിയമവ്യവസ്ഥ പ്രകാരമായിരിക്കും. മുൻപുണ്ടായ എല്ലാ കുറ്റകൃത്യങ്ങളിലും നിലവിലെ നിയമപ്രകാരമായിരിക്കും നടപടിയെടുക്കുക. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിലെ നടപടിക്രമം എല്ലാം പൂർത്തിയാക്കേണ്ടത് നിലവിലുള്ള നിയമപ്രകാരം തന്നെയായിരിക്കും. പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ നിന്നും ഭാരതീയ ന്യായ സംഹിതയിലേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയെന്ന് നമുക്ക് നോക്കാം. പുതിയ നിയമത്തിൽ IPC പ്രകാരമുള്ള ചില വകുപ്പുകളുടെ നമ്പറുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. IPC പ്രകാരം സെക്ഷൻ 302 കൊലപാതകത്തിനുള്ള ശിക്ഷയാണ് കണക്കാക്കിയിരുന്നത്. ഇനി മുതൽ കൊലപാതകം സെക്ഷൻ 101 കീഴിൽ വരും. കൂടാതെ പുതിയ നിയമപ്രകാരം സെക്ഷൻ 302 പിടിച്ചുപറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. IPCയുടെ 420 വകുപ്പ് വഞ്ചന കുറ്റമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ അതേ നമ്പറിൽ ഒരു വകുപ്പില്ല. ഭാരതീയ ന്യായ സംഹിതയുടെ 316 വകുപ്പിന് കീഴിലാണ് തട്ടിപ്പ് വരുന്നത്. നിയമവിരുദ്ധമായി സംഘം ചേരുന്നതുമായി ബന്ധപ്പെട്ട IPCയുടെ 144 വകുപ്പിനെ ഇനി മുതൽ സെക്ഷൻ 187 എന്ന് വിളിക്കും. അതുപോലെ ഇന്ത്യ ഗവൺമെന്റിനെതിരായ പ്രവർത്തനങ്ങളെ IPCയുടെ 121 വകുപ്പിനെ സെക്ഷൻ 146 എന്ന് വിളിക്കും. മാനനഷ്ടം കൈകാര്യം ചെയ്യുന്ന IPCയുടെ 499 വകുപ്പ് ഇപ്പോൾ പുതിയ നിയമത്തിന്റെ 354 വകുപ്പിന് കീഴിലാണ്. IPC പ്രകാരമുള്ള ബലാത്സംഗത്തിനുള്ള ശിക്ഷ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് 376 ഇപ്പോൾ സെക്ഷൻ 63 പുതിയ നിയമപ്രകാരം സെക്ഷൻ 64 ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ സെക്ഷൻ 70 കൂട്ടബലാത്സംഗ കുറ്റമാണ് കൈകാര്യം ചെയ്യുന്നത്. രാജ്യദ്രോഹം കൈകാര്യം ചെയ്യുന്ന IPCയുടെ 124A വകുപ്പ് ഇപ്പോൾ പുതിയ നിയമപ്രകാരം സെക്ഷൻ 150 എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിനും ഭാരതീയ ന്യായ സംഹിതയ്ക്കും കീഴിലുള്ള വകുപ്പുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇവയാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 12 ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർലമെന്റിൽ നിയമത്തിന്റെ കരട് അവതരിപ്പിച്ചത്. തെറ്റുകൾ തിരുത്തി ഡിസംബർ 13 പുതുക്കി അത് അവതരിപ്പിച്ചു. ഡിസംബർ 25 രാഷ്ട്രപതി അംഗീകാരം നൽകി. പറഞ്ഞു പഴകിയതാണ്. എന്നാലും ഈ 3 നിയമങ്ങൾ നിലവിൽ വന്നാൽ രാജ്യത്തുണ്ടാകാൻ പോകുന്ന ദോഷങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് ഒന്നുകൂടി ഓർത്തെടുക്കാം. ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് ദുഷ്കരമാക്കുകയും ഹിന്ദു രാഷ്ട്രത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന നിയമങ്ങളാണിവ. അതുമാത്രവുമല്ല, പഴയ നിയമങ്ങളും പുതിയ ക്രിമിനൽ നിയമങ്ങളും ഒരേ സമയത്ത് സമാന്തരമായി പ്രവർത്തിക്കുന്നതിനാൽ തന്നെ ഒരു കേസിൽ ഏത് നടപടിക്രമങ്ങൾ ബാധകമാകും എന്നതിനെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവുകയും ഇത് കേസുകളുടെ തീർപ്പ് കൽപ്പിക്കൽ അനന്തമായി നീണ്ടുപോകുന്നതിലേക്ക് നയിക്കുകയും ചെയ്യും. പുതിയ ക്രിമിനൽ നിയമപ്രകാരം രാജ്യദ്രോഹ കുറ്റം ഒഴിവാക്കിയെന്ന് പറയുമ്പോഴും ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 152 IPC 124 ക്രൂരമെന്ന് മാത്രമല്ല, നിലവിലുള്ള UPIക്ക് സമാനമായ വകുപ്പുകൾ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. മറ്റൊരു വശം എന്തെന്നാൽ പുതിയ നിയമം ആ ആധികാരികതയും വിശ്വാസവും കൈവരിക്കാൻ ഇനിയും ഒരു 50 വർഷമെങ്കിലും എടുത്തേക്കാം. നിയമത്തിലെ ഒരു പ്രത്യേക വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി തീരുമാനം എടുക്കുന്നതുവരെ ഒരു മജിസ്ട്രേറ്റിന് എന്താണ് ചെയ്യേണ്ടതെന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുകയുമില്ല. രാജ്യത്തെ 100 കണക്കിന് മജിസ്ട്രേറ്റുമാരിൽ ഓരോ മജിസ്ട്രേറ്റിനും നിയമം വ്യത്യസ്തമായി വ്യാഖ്യാനിക്കാൻ കഴിയും. കേസുകളിൽ പഴയ നിയമം ബാധകമാണോ അതോ പുതിയ നടപടിക്രമവും നിയമവുമാണോ ബാധകമാവുക എന്നതിനെ ചൊല്ലി നിയമപരമായ തർക്കങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട്. ഈ അവസരത്തിൽ പ്രതികൾ കസ്റ്റഡിയിലായിരിക്കും. പ്രതികളുടെ കസ്റ്റഡി ദൈർഘ്യവും നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കണം. 175-ലധികം പാർലമെന്റ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തപ്പോഴായിരുന്നു ഈ നിയമം പാസാക്കിയെടുത്തത്. പാർലമെന്റിൽ ഒരു ചർച്ചയും നടത്താതെ ഇത് പാസാക്കിയെടുത്തു.
പാർലമെന്റിൽ ചർച്ച ചെയ്യാതെ അവിടെ അംഗീകാരം നേടിയെടുക്കാതെ എങ്ങനെയാണ് ഒരു നിയമം പ്രാബല്യത്തിൽ വരിക? അതുകൊണ്ട് കൂടിയാണ് തുടക്കത്തിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ നമ്മൾ വഞ്ചിക്കപ്പെടുവാൻ പോകുന്നു എന്ന് പറഞ്ഞതും.